ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂരെത്തി, വീട്ടിലെത്തി. സമയം കുറേ ആയിട്ടുണ്ട്, 12 മണി, രാത്രി അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു. ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ 12 മണി 12:30 ആയാലും വിരോധമില്ല. കാരണം മമ്മൂക്കയുടെ പുതിയ സിനിമയായിട്ടുള്ള, അതായത് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 ഇന്ന് വൈകിട്ട് 6 മണിക്ക് മമ്മൂക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പേര് അനൗൺസ് ചെയ്യുന്ന പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇന്നലെ രാത്രി തന്നെ ശബരിമലയിൽ സന്നിധാനത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ നിന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് 6 മണിക്ക് മമ്മൂക്കയുടെ പുതിയ സിനിമയെ പ്രൊഡക്ഷൻ നമ്പർ 7, കുറേ നാളുകളായി സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. എല്ലാവരും സൈനൈഡ് മോഹൻ എന്നൊരു കഥാപാത്രമാണ് മമ്മൂക്ക അതിൽ ചെയ്യുന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിനായകൻ നായകനായിട്ട് മമ്മൂക്ക് വില്ലനാണെന്ന് പറഞ്ഞു. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഒരു വെറൈറ്റി സിനിമയാണെന്ന് പറഞ്ഞു. കൊടൂര വില്ലനായിട്ടാണ് മമ്മൂക്ക് അഭിനയിക്കുന്നത് പറഞ്ഞു. പക്ഷെ പേരിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിനിമയ്ക്ക് പേരിടാണ്ട് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു. ഒരു പേരിട്ടെങ്കിൽ മാത്രമാണ് ആ സിനിമയെ കുറിച്ചിട്ട് എല്ലാവർക്കും പറയാനും അത് ഓരോ ദിവസം ചെല്ലുന്നവരും ആ സിനിമയെ കാത്തിരിക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അത് മമ്മൂട്ടി കമ്പനി എപ്പോഴും വെറൈറ്റി ചിന്തിക്കുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് അവർ പേര് പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നാളെ 6 മണിക്ക് സിനിമയുടെ പേര് വെളിപ്പെടുത്തുമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഇന്ന് 6 മണിയായപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ശബരിമലയിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ മടക്കായിരുന്നു. ഞാൻ അവിടെ നിന്ന് മടക്കായിരുന്നു, എനിക്കതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സോറി. 12 മണി കഴിഞ്ഞു. ഇപ്പോൾ സമയം നോക്കുമ്പോൾ 12:30 കഴിഞ്ഞു. രാത്രി 12:30 ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിയും. വീട്ടിൽ വന്ന് കയറി വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ സുഹൃത്തുക്കളെ. എന്തായാലും കളംകാവൽ എന്നാണ് സിനിമയുടെ പേര്. കളംകാവൽ എന്നാണ് സിനിമയുടെ പേര്. അതായത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സിനിമ മലയാളം തമിഴൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. മലയാളത്തിലാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളതെങ്കിലും തമിഴിലും കൂടി തുല്യ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ സിനിമ വരുന്നത്. അതായത് തമിഴ്നാട്ടിലെ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞ നടന്നിട്ടുള്ളൊരു സംഭവത്തെ കുറിച്ച് ആസ്പദമാക്കിയുള്ള ഒരു കഥയാണ്. അപ്പോൾ തമിഴ്നാടും അത്രമാത്രം സ്കോപ്പുള്ളൊരു സിനിമയാണ് തമിഴിലും. അതുകൊണ്ട് തന്നെയാണ് കളംകാവൽ എന്നല്ല കൊടുത്തിട്ടുള്ളത്, കളങ്കാവൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് സിനിമയുടെ പേര്. എന്തായാലും വെറൈറ്റി പേര് തന്നെയാണ്. മമ്മൂക്കയുടെ അടിപൊളി പോസ്റ്റർ വന്നിട്ടുണ്ട് മക്കളെ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞെട്ടിക്കാന്ന് പറഞ്ഞല്ലേ മമ്മൂക്ക. നിങ്ങൾ നോക്കിയേ, സൈഡിലേക്ക് നോക്കിയ ഫോട്ടോ എങ്ങനെയുണ്ട്? കലിപ്പില് മുകളിലേക്ക് മുടിയിട്ട് ജാതി റോഡില് സിഗരറ്റ് ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് മുടിയൊക്കെ മുകളിലേക്ക് ഇരിട്ട് കാറിന് മുകളിൽ ഇങ്ങനെ വിനായകൻ SIS അങ്ങനെ പണി കൊടുക്കുന്ന ഭാഗങ്ങളെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കടിച്ചു പിടിച്ചിട്ട് സിഗരറ്റ് കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പണി കൊടുക്കേണ്ട സാധനമാണ് കൊടുത്തുള്ളത്. ഗംഭീര കൊട്ടൂരം എന്ന് പറഞ്ഞാൽ അതികൊട്ടൂര പോസ്റ്ററാണ്. എന്താ പറയുക, ഹെയ്റ്റേഴ്സ് പോയിട്ട് വേഗം ഓടിപ്പോക്കോ. ഒന്നില്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഓടിപ്പോക്കോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് നിങ്ങൾ. വെടിച്ചില്ല ഐറ്റംസുകളാണ് മമ്മൂക്ക. ഈ വളരെ സിമ്പിളായ സിനിമകൾ, കോടികൾ 250-300 കോടി ഒന്നും വേണ്ട, ചെറിയ സിനിമകൾ ഒരു 10 കോടി 20 കോടിക്ക് ചിലവാക്കിയിട്ട് 250 കോടി അടിക്കാൻ വരുന്ന സിനിമകളാണ് നമ്മൾ ചെയ്യാൻ പോണത്. കണ്ടില്ലേ നിങ്ങൾ? എങ്ങനെയുണ്ട്? അതിഗംഭീരം. ഈ സിനിമ ഞാൻ പറഞ്ഞു 100% എനിക്ക് ഉറപ്പുള്ള സിനിമയാണ്. 100%. ഇനി വരുന്ന മമ്മൂക്കയുടെ സിനിമകളിൽ 100% പ്രതീക്ഷയുള്ള സിനിമയാണ് ഈ സിനിമ കളംകാവൽ, അതായത് കളങ്കാവൽ. അപ്പോൾ നമുക്ക് ഈ സമയമായി, നേരം ശരിക്കും പറയാച്ചാൽ 16-ാം തീയതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു. നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ, തൃശ്ശൂരിൽ നിന്നും.